അളിയന്മാരെ അളിയത്തികളെ ഇൻട്രോ പാളിപ്പോയതുകൊണ്ട് കാര്യത്തിലേക്ക് വരാം. ഞങ്ങൾ താണ്ടെ സ്ഥലം വരുന്നു മാമ്പഴത്തറ. ഒരു വലിയ കാട്ടിനകത്തൂടെ കയറി ഇങ്ങനെ പോകാൻ നേരം ചെറിയൊരു ഗ്രൗണ്ട്, ഒരു കുഞ്ഞ് റോഡ്, ഒരു അമ്പലമുണ്ട്. ചുമ്മാ വന്ന റെസ്റ്റ് എടുക്കാൻ വേണ്ടി ആൾക്കാർ യൂസ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ അതേ അവിടെ ഒരു അരുവിയുണ്ട്, അങ്ങോട്ട് പോയില്ല. ഇതൊക്കെ അരുവിയിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ അരുവിയുടെ അരുവിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കറണ്ട് കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഇങ്ങനെ പതിഞ്ഞു പോകുകയോ വലിയ വിഷയമൊന്നുമില്ല. കല്ലൊക്കെ അടുക്കി വെച്ചിരിക്കുന്നു, ചാടി കിടക്കാൻ പാടുണ്ടോ? യെസ്, കൊള്ളാം, വിഷയം സാധനം. ഇവിടെയൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് വലിയ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ ആയുള്ള സ്ഥലത്ത് ചാടി ഇറങ്ങാൻ പോരുത്. ആഹാ, തെളിഞ്ഞ വെള്ളം. നമുക്കിതൊന്നുമല്ല വേണ്ടത്, നമുക്ക് നല്ല തിക്ക് ഫോറസ്റ്റ് വേണം. കുറച്ച് സൈറ്റൊക്കെ കിട്ടുന്ന രീതിയിലുള്ള സ്ഥലമൊക്കെ നോക്കി നമുക്ക് തേടി പിടിച്ച് അങ്ങോട്ടൊക്കെ പോവാം അല്ലേ. നമ്മൾ നടന്നു വന്നപ്പോൾ അങ്ങൊരു വാട്ടർഫോൾസ് ഉണ്ട്. അപ്പം ഇവിടെ വന്നതല്ലേ, അതും കൂടെ ഒന്ന് കീച്ചിട്ട് പോകാമെന്ന് കരുതി. ചാടിക്കോ, ചാടി. നമ്മളെ കടമ്പോളും ചാടി കിടക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. നമ്മൾ ഇന്ന റോഡിൽ നിന്ന് നേരെ ഇങ്ങനെ ടേൺ എടുത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തെയാണ്. വെറുതെ നമ്മൾ ഒഴി വരിയൊക്കെ ചാടിക്കയറി. എന്നാൽ ഈ തോളിന് സൈഡിൽ ഇത്രയും ഭംഗിയായിട്ട് കല്ലൊക്കെ അടുക്കി വെക്കുന്നത് ആരാണെന്ന് അറിയാൻ വയ്യ. ആരാണെന്ന് മനസ്സിലായോ? ആരായിരിക്കും? ഇവിടെ വന്നപ്പോൾ ഒരു വെറൈറ്റി കണ്ടറി ഉണ്ട്. താണ്ട സ്ഥാനം വലിയ ആളൊന്നുമില്ല, ചെറിയ ആളുള്ളൂ. ഫോണും വീഴത്തില്ല. അത് കമ്പുണ്ടോ വണ്ടിക്കകത്ത്? ഒരുപാട് പുല്ലുണ്ട്. അത് കഴിയുമ്പോൾ ചെക്ക് ചെയ്യാം, എന്നിട്ട് പോകാം. എന്നിട്ട് അതുപോലെ വേണോ വേണ്ടയോ നമുക്ക് നിശ്ചയിക്കാം. മാമ്പഴത്തറയിലോട്ട് പോകുന്ന നേരം അങ്ങനെ കുറേ പഴയ മോഡൽ വീടുകൾ കണ്ടു, അങ്ങനെ വേണം പറയാം. ോട്ട് പോകുന്ന വഴിയിൽ നോക്കിയപ്പോ രണ്ട് ഭാഗത്തായിട്ടും വീടുകൾ, കുറേ പഴയ വീടുകൾ അല്ലേ. ഇവിടെ കുറെ ആനയെ കൊണ്ടുവന്ന് കേട്ടത്. പേടിയുണ്ടോ? ആന പേടിയുണ്ട്. ഉണ്ടോ? ഉണ്ട്. പിന്നെ ചെറുതായിട്ട് പുലിയുടെ സാന്നിധ്യമൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയും. നമുക്ക് നോക്കാം എന്തായാലും. നമുക്കിത് പോരാ, നമുക്ക് കൊടുങ്കാട് തന്നെ കാണാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഉള്ളിലേക്കല്ലാന്ന് ചോദിച്ചു. ഇതൊക്കെ സ്റ്റാർട്ടിങ് അല്ലേ, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുടക്കം അല്ലേ. നമുക്കിത് പോരാ, നമുക്ക് തിക്ക് ഫോറസ്റ്റ് വേണം. വണ്ടി ഓടിക്കുമ്പം ഇങ്ങനെ വീടെടുക്കാൻ പാടേയില്ല. പക്ഷെ ഇവിടെ കുറച്ച് ആൾക്കാരൊന്നുമില്ല, ഹൈവേ റോഡല്ല, പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ വീടിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു അറിയാൻ പാടില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ പുതിയൊരു ഹോട്ടൽ, ഇതാണോ പഴയെന്ന് അറിയാൻ വയ്യ. ഞാൻ അവിടെ കുറേ ഇടം വന്നിട്ടുണ്ട്, പക്ഷേ ഈ ഹോട്ടലിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ പക്ഷേ പാർട്ടി ഓഫീസ് എന്തോ ആയിരിക്കും, കുറേ കമോഷൻ കുടിക്കുകയാണല്ലേ. എന്തോ ഒരു സംഭവങ്ങളുണ്ട്. ഇവിടെ ഹോട്ടലാണെന്ന് തോന്നുന്നു. ഹോട്ടൽ, യെസ് ഹോട്ടൽ. ഇതേ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാലേ ഇവിടെ ഇങ്ങനെ കുറേ സംഭവം കാണാൻ പറ്റും. ഒരു പഴയ ലെവൽ കുറച്ച് കഥകളൊക്കെ ഉണ്ട്. കഥയൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇവിടെ തോട്ടത്തിൽ കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ മിക്സ് ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ സ്റ്റോറിയൊക്കെയാണ്. ഞാൻ ഇതിനകത്ത് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല, മൈക്ക് എടുത്തിട്ടില്ല. വീഡിയോ റെക്കോർഡാണ്. അപ്പോൾ വണ്ടിയുടെ സൗണ്ട് കേൾക്കാം, കാറ്റ് കേൾക്കാം. അപ്പോൾ കഥയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിങ്ങനെ കാഴ്ചകൾ കണ്ടങ്ങ് പോവാം. ഇതൊരു കിടിലം വ്യൂ. കാണാൻ പോകുന്നില്ല. നമ്മൾ വന്നപ്പോൾ കുറച്ച് ആനപ്പിണ്ട. ഇതത്ര ഫ്രഷൊന്നുമല്ല, അത്ര ഫ്രഷ് ആണെന്നല്ല, ഒരു 1 day സംതിങ് കാണുമായിരിക്കും.
ആന പോകുന്നുണ്ടെങ്കിൽ ഈ കാട്ടിലെവിടെയോ ആനയുണ്ട്. നമുക്ക് അകത്തേക്ക് കയറിച്ചാൽ ഒക്കത്തില്ല, അത് നിയമപ്രകാരം തെറ്റാണ്. അത് കാറ്റിൻ്റെ സൗണ്ടാ ആയിരിക്കും. ഒരാളെ പേടിച്ച് വിറച്ച് എന്നോട് നീ പോണ്ട് പേടിയുണ്ടോ? ഇതിന് ആനയ്ക്ക് എന്തിനാ പിടിക്കുന്നത്? നല്ല ഫ്രഷ് ആനപ്പിണ്ട. ഫ്രഷ് ഒന്നുമല്ല കേട്ടോ, ഒരു ദിവസം 2 ദിവസം സംതിങ് പഴക്കമുണ്ടെന്നാണ് തോന്നുന്നത്.